വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കെ സുരേന്ദ്രൻ ജി കുറച്ചു ദിവസങ്ങളിലായി ആകെ പെട്ടിരിക്കുന്ന ജിയാണത്. കുഴൽപ്പണം ഇടപാടിൽ ചോദ്യം ചെയ്തേക്കും എന്ന വാർത്ത വന്നത് മുതൽ പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ജി സുരേഷ് ഗോപി ജിയാണ്. സുരയിൽ പേര് തുടങ്ങുന്ന രണ്ട് ജിമാരും ഇപ്പോൾ അല്പം പരുങ്ങലിലാണ്. പക്ഷെ പറയാൻ പോകുന്നത് ഈ രണ്ട് ജിമാരെ കുറിച്ചല്ല, മൂന്നാമത്തെ ജിയായ വി മുരളീധരൻ ജിയെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുഴൽപ്പണം ഇടപാടിനെ പറ്റിയുള്ള വാർത്തകൾക്കിടയിൽ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ജിയായ മുരളീധരൻ ജിക്ക് കിട്ടിയ 8ന്റെ പണി വാർത്തകളിലത്രം ഇടം പിടിച്ചിരുന്നില്ല. വി മുരളീധരൻ സാർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. പക്ഷെ കേരളത്തിൽ സ്വന്തം പാർട്ടിക്കകത്തും മുരളീധരന് വിമർശനങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ചേർന്ന BJP യോഗത്തിൽ കേന്ദ്രമന്ത്രിയെ കൊണ്ട് പാർട്ടിക്ക് ഗുണമില്ലെന്ന് BJP നേതാക്കൾ തന്നെ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭാരവാഹികൾ കൂട്ടത്തോടെ വിമർശനം ഉന്നയിച്ചതോടെ കേന്ദ്രമന്ത്രി മുരളീധരൻ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയത്രേ. കേരളത്തിൽ പാർട്ടിക്കകത്ത് വലിയ വിലയൊന്നുമില്ലെങ്കിലും ബംഗാളിൽ വി മുരളീധരന് വലിയ രീതിയിൽ ആരാധകരുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലെ വെസ്റ്റ് മിഡ്നാപൂരിലെ പഞ്ച്ഗുഡിയിലൊക്കെ നല്ല ആരാധകരുള്ള നേതാവാണ് വി മുരളീധരൻ. പക്ഷെ കേരളത്തിലെ കേന്ദ്ര സാമന്ത്രിയെ കൊണ്ട് ഗുണമില്ലെന്ന് പാർട്ടി ഭാരവാഹികൾ തന്നെ പറഞ്ഞതോടെ കേരളത്തിൽ കുറച്ച് പവറൊക്കെ കിട്ടാൻ വേണ്ടി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശരിയായ പ്രതിപക്ഷം എന്നത് BJP മാത്രമാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കുക എന്ന ജോലിയാണ് കേരള നിയമസഭയിൽ നടക്കുന്നതെന്നും ഭരണപക്ഷം പറയുന്നതിനെല്ലാം കൈയടിക്കുന്നവരാണ് UDFന്റെ പ്രതിപക്ഷം എന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. പ്രതിഷേധിക്കാൻ പോലും തയ്യാറാവാത്തത്ര ദുർബലമാണ് പ്രതിപക്ഷമെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. നിയമസഭയിൽ പാസാക്കിയ ലക്ഷദ്വീപ് വിഷയത്തിലെല്ലാം പ്രതിഷേധിക്കുന്നത് BJPക്കാർ മാത്രമാണ്. എന്നാൽ പ്രതിപക്ഷ നിരയിലെ UDFും പ്രതികരിക്കണം എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ ഉപദേശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഒരു കിടിലൻ മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയുടെ വീഡിയോ കാണാം. ഇപ്പൊ പ്രതിപക്ഷത്തിനെതിരായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഈ കുഴൽപ്പണ കേസിലെ നാണക്കേട് മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന്റെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ എങ്ങനെ പ്രതിപക്ഷം പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നിർദ്ദേശം വേണ്ട. ഞങ്ങളുടെ പ്രവർത്തനത്തിന് BJP നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. എന്തായാലും BJP പ്രവർത്തിക്കുന്ന രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തെ ഉപദേശിക്കാൻ വന്ന വി മുരളീധരന് VD സതീശൻ മാസ് മറുപടി നൽകിയതോടെ ഉപദേശം കൊള്ളാം വർമ്മ സാറേ എന്ന് പറയുന്ന ലൂസിഫറിലെ കമന്റുകളെല്ലാം VD സതീശന്റെ വീഡിയോക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ എങ്ങനെ പ്രതിപക്ഷം പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നിർദ്ദേശം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ പ്രവർത്തനത്തിന് BJP നേതാക്കളുടെ സർട്ടിഫിക്കറ്റും വേണ്ട. പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശവും ഒരു BJP നേതാവും തരരുത്. അതിനുമാത്രം BJP കേരളത്തിൽ വളർന്നിട്ടില്ല എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. കുഴൽപ്പണ കേസിലെയും കേരളത്തിലെ അക്കൗണ്ട് തുറക്കാനാവാത്തതിന്റെയും ജാള്യത മറച്ചുവെക്കാനാണ് വി മുരളീധരൻ പ്രതിപക്ഷത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. പല കേസുകളിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്ത് ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് കോൺഗ്രസിനെ കിട്ടില്ലെന്നുമാണ് VD സതീശൻ പറഞ്ഞത്. ലക്ഷദ്വീപ് വിഷയത്തിലും കേന്ദ്രത്തിന്റെ വാക്സിൻ നയത്തിലും കോൺഗ്രസിനും UDFനും കൃത്യമായ നിലപാടുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് ലക്ഷദ്വീപിലെ പ്രമേയം കൊണ്ടുവന്നതെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.